ഈ ആരാധനയിൽ ഏതെല്ലാം സമയം വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്ന് ഏതെല്ലാം വ്യക്തികൾ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടിയും സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന വലിയ ദൈവാനുഭവത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ ഒരു നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അവരുടെ എല്ലാ ജീവിത വിഷയങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളോടൊപ്പം തന്നെ ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴി നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഒരു നിമിഷം അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്റ്റുഡിയോയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, അപ്പം തന്നെ ഈ ആലയത്തിൽ ഈ സമയം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ഉപരിയായിട്ട് ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിവിധ സമയങ്ങളിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലൂടെ അവർക്ക് ദൈവികമായ ഹിതം വെളിപ്പെട്ട് കിട്ടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ ആരാധനാ മണിക്കൂറിനെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെയും ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, ഹാലലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ, ഹാലലൂയ. യേശുവേ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർണപുടങ്ങളെ, ആന്തരിക കർണപുടങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, ഹാലലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ. പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ, ഹാലലൂയ. വാസ്ത്രത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ സാക്ഷികളാക്കി ജീവിക്കുവാൻ, ഈശോയുടെ ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുവാൻ എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ. ഹാലലൂയ, ഹാലലൂയ. കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം,
പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കരങ്ങൾ വീശുവിൽ ചേർന്ന് ആരാധന ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞി വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഉത്സവ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളെ നമുക്ക് മൗനമായി നടന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടിയെടുത്ത് പാർച്ചുകൂട്ടിൽ എല്ലാ മക്കളുടെയും നിയോഗങ്ങള് ദിവ്യകാരുടെ നാഥന്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. കൈകളടിച്ചു ശക്തിയോടെ ആത്മാവിൻ ശക്തിയോടെ ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. കൈകളടിച്ച് ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചു. യേശുവിനായി ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി കരങ്ങൾ ഉയർത്തിച്ചുകൊണ്ട് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാനവമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ജീവിതത്തിൽ വേദനകളേറിടുമ്പോ, കഷ്ടനഷ്ട പീഡനങ്ങളേറിടുമ്പോ, പീഡിതർക്ക് രാജ്യം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി ആരാധിക്കുമേ. പീഡിതർക്ക് രാജ്യം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാർ ഒന്നിച്ച് ആരാധിക്കാം,
ഒന്നിച്ചാരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫിനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങള് അച്ഛന്റെ അക്കരങ്ങളിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ തങ്ങളങ്ങേ ആരാധിക്കുമ്പോൾ, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാനവമാരൊന്നിച്ചാരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാനവമാരൊന്നിച്ചാരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാനവമാരൊന്നിച്ചാരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കർത്താവ് നമ്മളോട് സംസാരിച്ച ഉടമ്പടിയുടെ ബലങ്ങൾ, അതിനാശ്രയിക്കാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ആസ്തിബദ്ധതകൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളിപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നത് വരെ ആവർത്തിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അടിപ്പിട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നമ്മൾക്ക് ആവശ്യിച്ചുകൊണ്ട് ഉച്ച മുതൽ ഉള്ളക്കാൽ വരെ രോഗങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ, ഈശോ ആരാധന. വിശ്വാസപ്രവചനം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഉന്നതമായ നാമത്തിന് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയായി കർത്താവിന് തിരുമുൻപാടുന്ന വലതുകരം ഈ മകളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്നു. ഈ മകൻ്റെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ ഞരമ്പുകളിലും, തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. സിസ്റ്റുകൾ, മുഴ, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ, കർത്താവ് സർപ്പരോഗങ്ങൾ, അതുപോലെ തന്നെ വാതരോഗങ്ങൾ, കർത്താവ് ത്വക്ക് രോഗങ്ങൾ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ നാമത്തെ മാറിപ്പോകട്ടെ. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കാൻ മുടി കൊഴിയുന്ന അസുഖങ്ങൾ, കണ്ണ് കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ, ചെവിടെ കേഴുക്കളുള്ള അസുഖങ്ങൾ, തൊണ്ടയ്ക്ക് അസുഖമുള്ള, ടോൺസിൻ്റെ അസുഖങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവെ. ഈശോയെ വാതരോഗികളെ സ്പർശിക്കണേ കർത്താവ്. ഈശോയെ കർത്താവ് ഹൃദയത്തിലുള്ള അസുഖങ്ങൾ, ഹൃദയ ഞാടുകളുടെ അസുഖങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കൃത്യവും ശ്വാസകോശങ്ങളും പതിരയും കർത്താവിൻ്റെ നാമത്തെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ നടുവ് രോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, അസ്ഥിസന്ധികൾ, സന്ധിബന്ധങ്ങൾ, മാംസപേശികൾ, മരയിപ്പുകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവർ, ജയിലിലായവർ, വിസ എക്സ്പയർ ആകാൻ പോകുന്നവർ, നിയമപരമായ കാരണങ്ങളാൽ വിദേശങ്ങൾ വിളിച്ച് താമസിക്കുന്നവരെ, ജീവിത പങ്കാളി മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ, നാട്ടിൽ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവർ, റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർ, തുടങ്ങിയതിൻ്റെ പേരിൽ കടമായി പോയവർ, സാമ്പത്തിക ബാധ്യതകൾ വന്നു പോയവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, വസ്തു ലേലത്തിലായവർ, വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നവർ, ഇങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ, വിവാഹജീവിതക്കാർ, വിവാഹജീവിതം തകർന്നവർ, ഒന്നിച്ച് താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ തിരുമുൻപാടുന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 38 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയായ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിൻ്റെ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീക്കിക്കൊണ്ട് അങ്ങയുടെ ആരാധനയെ മഹത്വപ്പെടുത്തണമേ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
മുട്ടനിക്കുക. ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ